Triphala. Thank you so much. ഇത്രയധികം സ്നേഹം, ഇത്രയധികം പിന്തുണ, നിങ്ങൾ നടത്തിയ കഠിനാധ്വാനം, കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലമായി ഊടില്ലാതെ ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ നിങ്ങൾ ഓരോരുത്തരും നടത്തിയ പ്രയത്നം, അതിന്റെ ഫലമാണ് ഒരു മാധുര്യമായി നമുക്കിന്ന് നുകരാൻ സാധിക്കുന്നത്, നമ്മുടെ ഈ വലിയ വിജയമായി ആഘോഷിക്കാൻ സാധിക്കുന്നത്. ഇതായി തൃക്കാലം നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നു. ഈ കേരളത്തിലെ 10 വർഷത്തെ ദുർഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയും അറബിക്കടലിൽ എറിഞ്ഞുകൊണ്ട് കേരളത്തെ നമ്മൾ വിമോചിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ നിയോജക മണ്ഡലത്തിന്റെ ജനവികാരത്തെ അട്ടിമറിച്ചുകൊണ്ട് CPM-ഉം BJP-യും കൂടി ഉണ്ടാക്കിയ CJP ഡീലിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായ ആ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിന്റെ ഭാഗമായി എന്തെല്ലാം അപമാനങ്ങളായിരുന്നു, എന്തെല്ലാം പരിഹാസങ്ങളായിരുന്നു. കഴിഞ്ഞ 5 വർഷം, ആ 5 വർഷം പക്ഷേ നമുക്ക് ഈ നാട്ടിലെ ജനങ്ങളിലാണ് വിശ്വാസം ഉണ്ടായിരുന്നത്. 2021 ഇവിടെ ഉണ്ടായത് തൃത്താലയുടെ ജനമനസ്സിന്റെ പ്രതിഫലനമല്ല, മറിച്ച് രാഷ്ട്രീയമായ അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ ഭാഗമായി ഉണ്ടായ കുതിരക്കച്ചവടങ്ങളായിരുന്നു എന്ന് ഈ നാട് ഇന്നിതാ തെളിയിച്ചിരിക്കുകയാണ്. അന്ന് എത്ര വോട്ടിനാണോ നമുക്ക് പരാജയം നേരിടേണ്ടി വന്നത്, ഏതാണ്ട് അതിന്റെ 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഈ തൃത്താല ഐക്യജനാധിപത്യ മുന്നണിയെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടുമാണ് കടപ്പാടുള്ളത്. ഇവിടെ നിൽക്കുന്ന UDF-ന്റെ പ്രവർത്തകരോടാണ്, അതിനപ്പുറത്ത് ഈ തൃത്താലയിൽ ഓരോ വോട്ടോടുമാണ് ജനങ്ങളോടാണ്. അടുത്ത 5 വർഷവും ഇനിയുള്ള കാലവും ഇന്നലകളിൽ എന്ന പോലെ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി, നിങ്ങളുടെ സേവനത്തിനായി ഈ നാടിനെ ഓരോ ചുവടും മുന്നോട്ട് നയിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കും. ഇതുപോലെ ഒരുമിച്ച് ഒരേ സ്വരമായി ഒരേ ശബ്ദമായി മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്റെ വാക്കുകൾ ഞാൻ നീട്ടുന്നില്ല, കാരണം വാക്കുകൾക്കപ്പുറത്തുള്ള നന്ദിയാണ് ഈ നാടിനോടുള്ളത്. ഏത് പരാജയത്തിനും എന്നെ കൈവിടാതെ കാത്തു രക്ഷിക്കാൻ, കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ, വീണ്ടെടുത്ത് നിന്ന് എടുത്തെഴുന്നേൽപ്പിക്കാൻ ഈ നാടുണ്ടാവും എന്നുള്ള എന്റെ വിശ്വാസത്തെയാണ് നിങ്ങൾ കാത്തത്. അത് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് രാഷ്ട്രീയമായ വാഗ്വാദങ്ങളുടെ സമയമല്ല, ഇനി നമുക്ക് കക്ഷി രാഷ്ട്രീയമായ അന്ധതയുടെ കാലമല്ല, മറിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട്, ഇന്നലകളിൽ നമുക്കെതിരായി നിന്ന ആളുകളെ പോലും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി. എനിക്കായി വോട്ടുകൾ നൽകിയ 70,000-ത്തിലേറെ ആളുകൾ ഈ തൃത്താലയിലുണ്ട് എന്നുള്ളത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പക്ഷേ എനിക്ക് വോട്ട് ചെയ്യാത്ത ആളുകളോടുകൂടി, എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത ആളുകളോടുകൂടി ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഞാൻ നിങ്ങളുടെ കൂടി MLA ആണ് അടുത്ത 5 വർഷം. ഈ നാടിന്റെ മുഴുവൻ ജനപ്രതിനിധിയായി 10 വർഷം നിങ്ങൾ എനിക്ക് അവസരം തന്നപ്പോൾ എങ്ങനെയാണോ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിക്കും മതത്തിനും എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചത്, അതുപോലെ തന്നെ ഇനിയുള്ള നാളുകളിലും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ ഒരു പരാജയം ഉണ്ടായപ്പോൾ ഏർലി റിട്ടയർമെന്റ് ആശംസിച്ച ആളുകളുണ്ട്, ഇതാ തീർന്നു എന്ന് പറഞ്ഞ് വിധിയെഴുതിയ ആളുകളുണ്ട്, വീട്ടിലിരുത്തി എന്ന് പറയുന്ന ആളുകളുണ്ട്. വീട്ടിലിരുത്തുകയല്ല, തൃത്താലയിലെ ജനങ്ങളുടെ മനസ്സിലാണ് എന്നെ കുടിയിരുത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നന്ദിപൂർവ്വം അതിന്റെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഔപചാരികമായ നന്ദി പ്രകടനവും ഒക്കെയായി നമ്മൾ ഓരോ പ്രദേശത്തും എനിക്ക് വോട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തരെയും നേരെ കാണാൻ ഈ നാടിലെ 8 പഞ്ചായത്തിലെയും ഓരോ മുക്കിലും മൂലയിലും ഇനിയുള്ള ദിവസങ്ങളിലും വരും. അത് ഔപചാരികമായ നന്ദി പ്രകടനത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത് ഹൃദയം തുറഞ്ഞ എന്റെ മനസ്സ് മാത്രമാണ്. ഈ നാടിനോടൊപ്പം ഞാൻ ഉണ്ടാവും. നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹവും പിന്തുണയും നാളുകളിലും ഉണ്ടാകണം. ഈ കേരളത്തിൽ നമ്മൾ ആഗ്രഹിച്ച മാറ്റം ഇതാ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു.
കഴിഞ്ഞ അരനൂറ്റാണ്ടിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മുന്നണിക്കും ലഭിക്കാത്ത ചരിത്ര ഭൂരിപക്ഷവുമായി UDF കേരളത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്തണം. ഈ നാടിന് വേണ്ടി, തൃത്താലയ്ക്ക് വേണ്ടി, പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി, അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഇനിയുള്ള നാളുകളിലും ഒന്നിച്ചു നിൽക്കാൻ സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കായ നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്.